ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.20% ആളുകളാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ ചേലക്കരയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ 5,04,204 സ്ത്രീകളും 4,74,923 പുരുഷന്മാരും 5 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ 9,79,732 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തരൂരിൽ 73.78%, ചിറ്റൂരിൽ 74.14, നെന്മാറയിൽ 73.80, ആലത്തൂരിൽ 74.92, കുന്നംകുളം 72.25, വടക്കാഞ്ചേരി 72.05, ചേലക്കര 72.01 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായ ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയോജക മണ്ഡലങ്ങളിലെല്ലാം LDFന് മേൽക്കൈയുണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് അന്തിമഫലത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കാത്തിരുന്നറിയണം. റൈറ്റ് ന്യൂസ്, ചേലക്കര.